ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നമ്മൾ അവസാനിപ്പിക്കുന്നിടത്ത് നിന്ന് ദൈവം തുടങ്ങുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 38 വർഷമായി ബേത്സയിദ കുളത്തിൻ്റെ കരയിൽ സൗഖ്യം ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കാത്തുകിടക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നു. അവിടെ ഒരുപാട് ആത്മീയ അർത്ഥങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. ഈശോ ആ മനുഷ്യനെ സുഖപ്പെടുത്തി വീട്ടിലേക്ക് കിടക്കയും എടുത്ത് പറഞ്ഞു വിടുന്നുണ്ട്. ഏതാനും കാര്യങ്ങൾ ഈ അത്ഭുതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് വചനം തിരുവചനം ശുശ്രൂഷയിൽ ചിന്തിക്കുകയാണ്. ഒന്നാമതായി, നമുക്കൊരിക്കലും നമ്മെ തന്നെ സ്വന്തമായിട്ട് രക്ഷിക്കുവാൻ സാധ്യമല്ല. അതായത് നമ്മുടെ പാപം നിറഞ്ഞ സ്വഭാവത്തിൽ നിന്നും നമുക്കൊരിക്കലും തനിയെ രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമുക്കൊരു രക്ഷകനെ ആവശ്യമായിട്ട് വരുന്നത്. എപ്പോഴാണോ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത്, അന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടാകുകയും യേശുവിൻ്റെ രക്ഷ എന്താണെന്ന് നമ്മൾ അനുഭവിച്ചറിയുകയും ചെയ്യും. ശരിക്കും അതാണ് നമ്മുടെ മുന്നോട്ടുള്ള വിജയകരമായ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ ആദ്യത്തെ ചുവടുവയ്പ്പെന്ന് പറയുന്നത് അതാണ്. എനിക്ക് സ്വന്തമായി എൻ്റെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധ്യമല്ല. ഈ 38 വർഷവും അവൻ അവിടെ കിടന്നിട്ടും അവൻ ഒരിക്കൽ പോലും തനിയെ വെള്ളത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ സാധിച്ചിട്ടില്ല. അവൻ്റെ പരമാവധി ശ്രമിച്ചിട്ടും അവൻ ഒരിക്കൽ പോലും ഈ കുളത്തിലെ വെള്ളം ഇളകുന്ന സമയത്ത് കുളത്തിലേക്കെടുത്ത് ചാടുവാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല. അവൻ പരാജയപ്പെട്ടവനായിട്ട് തന്നെ ഈ 38 വർഷങ്ങളും അവിടെ കിടക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വലിയൊരു സത്യമാണ്. കാരണം പ്രഭാഷകന്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനം പറയുകയാണ്, പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്താണ് ഉള്ളത്. വീണ്ടും പ്രഭാഷകൻ 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇന്ന് രാജാവ്, നാളെ ജഡം, മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും ആഹാരം. വീണ്ടും 103-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്, മനുഷ്യൻ്റെ ജീവിതം പുല്ലിന് തുല്യമാണ്. അതായത് വയലിലെ പുല്ലിന് തുല്യമാണ്. കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു വീഴുന്നു, അത് നിന്നിരുന്ന സ്ഥലം പോലും അതിനെ ഓർക്കുന്നില്ല. വയലിൽ വിടർന്നു വരുന്ന പുഷ്പം കാറ്റടിക്കുമ്പോൾ നിലത്തേക്ക് വീഴുന്നു, പിന്നീട് അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അത്രമാത്രം നിസ്സാരനാണെന്നും അവൻ്റെ പാപം നിറഞ്ഞ ജീവിതത്തിൽ നിന്നും അവന് സ്വന്തമായിട്ട് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നും ദൈവം നമ്മളെ ഓർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആകെ ചെയ്യാവുന്ന കാര്യം പുറമേ അഭിനയിച്ച് കാണിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അകത്ത് സകല പാപവും ഒളിപ്പിച്ചു വച്ചിട്ടും നമുക്ക് ചില പ്രത്യേക അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെ ആളുകളുടെ മുമ്പിൽ വിശുദ്ധി അഭിനയിച്ച് കാണിക്കാൻ പറ്റും. പക്ഷേ തനിയെ വിശുദ്ധരാകാൻ പറ്റില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവം മനുഷ്യന് കൽപ്പന നൽകിയതിന് ശേഷം 1000കണക്കിന് വർഷങ്ങൾ ദൈവം കാത്തിരുന്നു. എന്തിനാണെന്നറിയാമോ? ഇതെന്നെ കൊണ്ട് പാലിക്കാൻ പറ്റില്ല ദൈവമേ, എനിക്കൊരു രക്ഷകനെ വേണം എന്ന് മനുഷ്യൻ നിലവിളിക്കുന്നത് കേൾക്കാൻ ദൈവം കാത്തിരുന്നു. നിങ്ങൾക്കറിയാം, ആദത്തിനും ഹവ്വയ്ക്കും 10 കൽപ്പന ദൈവം കൊടുത്തില്ല, 5 കൽപ്പനകൾ കൊടുത്തില്ല, 3 കൽപ്പന കൊടുത്തില്ല, ഒരൊറ്റ കൽപ്പന മാത്രമേ കൊടുത്തുള്ളൂ. എന്നിട്ടും ആ ഒരു ഒറ്റ കൽപ്പന പോലും പാലിക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ശരിക്കും മനുഷ്യൻ പാപത്തിലേക്ക് ചായ്വുള്ളവനാണ്. ഭൂമി എല്ലാ വസ്തുക്കളെയും താഴേക്ക് വലിക്കുന്നത് പോലെ മനുഷ്യൻ്റെ പാപ സ്വഭാവം അവനെ എപ്പോഴും താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 1000കണക്കിന് വർഷങ്ങൾ ദൈവം കാത്തിരുന്നിട്ടും താൻ കൊടുത്ത നിയമങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ, ഒന്നുപോലും വിട്ടുകളയാതെ, എല്ലാ സമയത്തും അനുസരിച്ച ഒരാളെപ്പോലും ദൈവത്തിന് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനത്തിൽ പറയുന്നു, നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലും ഇല്ല. വീണ്ടും റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം പറയുന്നു, എല്ലാവരും വഴിതെറ്റിപ്പോയി, എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവമാണിത് പറയുന്നത്, അതുകൊണ്ട് ഇതിന് മാറ്റമില്ല. ദൈവം പറയാണ്,
എല്ലാവർക്കും തെറ്റുപറ്റിപ്പോയി. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ തെറ്റു പറ്റാത്തവരായിട്ട് ദൈവം നോക്കുമ്പോൾ ആരുമില്ല. നമ്മൾ ഇന്ന് വലിയ പാപി, മീഡിയം പാപി, കൊച്ചു പാപി, കുഞ്ഞു പാപി എന്നൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെങ്കിലും ദൈവം പറയുന്നത് എല്ലാവരും പാപിയാണ്. പിന്നെ ഫലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. വൃക്ഷമെന്ന് പറയുന്നത് പാപത്തിൻ്റെ വൃക്ഷം തന്നെയാണ്. സകല മനുഷ്യരും പാപത്തിൽ അകപ്പെട്ടു പോയി. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലന്റെ നിലവിളി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വചനത്തിൽ പൗലോസ് ലീഹ നിലവിളിക്കുന്നുണ്ട്, ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. അടിമയെന്ന് പറഞ്ഞാൽ കൈകളിൽ ചങ്ങല, കഴുത്തിൽ ചങ്ങല, കാലുകളിൽ ചങ്ങല. ഇങ്ങനെ യജമാനൻ അടിമയെ ചങ്ങലക്കിട്ട് വലിച്ചു കൊണ്ടുപോകുമ്പോൾ സ്വന്തമായിട്ട് ഒരിക്കൽ പോലും രക്ഷപ്പെടാനാവാത്ത വണ്ണം കാലുകളിൽ പൂട്ടുണ്ട്, കൈകളിൽ പൂട്ടുണ്ട്. അടിമയ്ക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. ഒരടിമയെയും വേറൊരടിമയും തമ്മിലും പലപ്പോഴും ചങ്ങല കൊണ്ട് കെട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും തനിയെ രക്ഷപ്പെടാൻ സാധ്യമല്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. വീണ്ടും റോമാലേഖനം 7:15 പൗലോസ് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല പ്രവർത്തിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന തിന്മയാണ്. പ്രിയപ്പെട്ടവരെ, 38 വർഷം ശ്രമിച്ചിട്ടും അവന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഇതുപോലെ 500 വർഷം ശ്രമിച്ചാലും നമുക്ക് നമ്മുടെ പാപ സ്വഭാവത്തിൽ നിന്ന് ഉള്ളുകൊണ്ട്, ഞാൻ വീണ്ടും പറയുന്നു, പുറമേയുള്ള അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, ഉള്ളിൻ്റെ ഉള്ളിലെ സ്വഭാവത്തിൽ നിന്ന് ഒരു മനുഷ്യനും തനിയെ രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. 2, നാം എത്രമാത്രം പരാജയപ്പെട്ടാലും നാം വീണ്ടും വീണ്ടും ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണമെന്നൊരു സന്ദേശം ഇവിടെയുണ്ട്. ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തിയിരുന്നു. കാരണം നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ ഒരു 10 വർഷമൊക്കെ കിടന്നു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഒരിക്കലും കിടക്കത്തില്ല. ഈ മനുഷ്യൻ 38 വർഷമായിട്ട് അവിടെ കിടക്കുകയാണ്. ബേത്സൈദ എന്ന വാക്കിൻ്റെ അർത്ഥം ഹൗസ് ഓഫ് മേഴ്സി എന്നാണ്. അതായത് കരുണയുടെ ഭവനം എന്നാണ്. ദൈവം മാലാഖയെ അയച്ച് ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടുത്തുന്ന ഭവനമെന്നാണ്, ഹൗസ് ഓഫ് മേഴ്സി എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഇതിൻ്റെ ആത്മീയ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവിനെ അയക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടായ്മ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവം ഏതെങ്കിലും ഒരു ധ്യാനഗുരുവിനെ അഭിഷേകം ചെയ്ത്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ചെയ്ത് സഭയ്ക്ക് നൽകുന്നുണ്ടെങ്കിൽ ആ ധ്യാനഗുരുവിൻ്റെ ശുശ്രൂഷ നമുക്കെല്ലാവർക്കും ഒരു അനുഗ്രഹമാണ്. അത് നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവം ഒരു ടെലിവിഷൻ ചാനലിനെ പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്ത് കരുണയുടെ ചാനലാക്കി മാറ്റിയിരിക്കുന്നെങ്കിൽ, ഹൗസ് ഓഫ് മേഴ്സി എന്ന് പറഞ്ഞതുപോലെ കരുണ ഒഴുക്കുന്ന ഒരു ഉപകരണമാക്കി മാറ്റിയെങ്കിൽ നമ്മൾ അവിടം വിട്ട് പോകരുതെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ഇവൻ അവിടെ തന്നെ കെട്ടിക്കിടക്കാനുള്ള കാരണം അവൻ അറിയാമായിരുന്നു. ദൈവം ഇവിടെ വരുന്നുണ്ട്, ദൈവം കരുണ കാണിക്കുന്ന ഒരു സ്ഥലമാണ്, ഞാൻ ഇവിടെ നിന്ന് ഒരിക്കലും പോകത്തില്ല. അവൻ്റെ ആ നിർബന്ധ ബുദ്ധിയാണ് ഒടുവിൽ അവൻ്റെ സൗഖ്യത്തിലേക്കും വിടുതലിലേക്കും അവനെ നയിക്കുന്നത്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മലയാളം ബൈബിളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നത് ഗ്രീക്ക് ബൈബിളിൽ അങ്ങനെയല്ല. ചോദിച്ചുകൊണ്ടേയിരിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിച്ചുകൊണ്ടേയിരിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടിക്കൊണ്ടേയിരിക്കുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്നാണ്. അതായത് തുടർന്നുകൊണ്ട് പോകുന്ന ഒരു ടെൻസാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുവിൻ, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുവിൻ, നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുവിൻ, നിർത്തിക്കളയരെന്നർത്ഥം. നിങ്ങൾ മുട്ടിക്കൊണ്ടേയിരിക്കുവിൻ, അതായത് 5 തവണ മുട്ടിയിട്ട് നിർത്തിക്കളയരെന്നർത്ഥം. അവൻ അവസാനം വരെ ശ്രമിച്ചു എന്നുള്ളതാണ്. അവൻ അവസാനം വരെ ദൈവത്തിൽ ആശ്രയിച്ചു, അവൻ്റെ മാക്സിമം. ലൂക്കാസ് സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവിൻ. അതായത് നിരാശപ്പെട്ടു പോകാതെ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവിൻ. 3, കർത്താവ് അവൻ്റെ അടുക്കലേക്ക് വരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷം. യേശുവിൻ്റെ സാന്നിധ്യം അവൻ്റെ അടുക്കലേക്ക് വരികയാണ്. യേശുവിൻ്റെ പ്രസൻസ് ഓഫ് ജീസസ്, കർത്താവിൻ്റെ അനുഭവിക്കാൻ പറ്റുന്ന സാന്നിധ്യം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, കർത്താവ് ഒരു മേഘത്തിൽ മോശയുടെ അടുക്കലേക്ക് ഇറങ്ങി വരികയും കർത്താവ് എന്ന തൻ്റെ നാമം അവന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അവിടുന്ന് മോശയുടെ മുൻപിലൂടെ കടന്നു പോയപ്പോൾ ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് കടന്നുപോയി, അവിടുന്ന് കരുണയുള്ള ദൈവം, അവിടുന്ന് കോപിക്കുന്നതിൽ വിമുഖനായ ദൈവം, അവിടുന്ന് കൃപ കാണിക്കുന്ന ദൈവം, ആയിരങ്ങളുടെ കുറ്റങ്ങളും തെറ്റുകളും പുറത്തുകൊണ്ട് കരുണ കാണിക്കുന്നവൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ.
പ്രിയപ്പെട്ടവരെ, ഇത് ചുമ്മാ വായിച്ചു പോകേണ്ട ഒരു വചനഭാഗമല്ല. മോശയുടെ പക്കലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വന്നപ്പോൾ, മോശ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞ സമയത്ത് ദൈവം തൻ്റെ സ്വഭാവം വെളിപ്പെടുത്തി കൊടുക്കണം. അതായത്, ഞാൻ കരുണയാണ്, ഞാൻ സ്നേഹമാണ്, ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവനാണ്, സ്നേഹവും വിശ്വസ്തതയുമുള്ളവനാണ്. ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ഒരു വെളിപാട് ശരിക്കും മോശയ്ക്ക് കിട്ടുക. ഇതുകൊണ്ടാണ് ഈ ദൈവ സാന്നിധ്യം വരുമ്പോൾ നമ്മൾ കരഞ്ഞു പോകുന്നത്. നല്ല അഭിഷേകമുള്ള ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, അഭിഷേകമുള്ള ഒരു പാട്ട് കേൾക്കുമ്പോൾ, അഭിഷേകമുള്ള ഒരു വചനപ്രസംഗം കേൾക്കുമ്പോൾ അറിയാതെ ചിലപ്പോഴൊക്കെ നമ്മുടെ കണ്ണുകൾ നിറയുന്നു. വിശുദ്ധ കുർബാനയുടെ ആരാധന നടക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദേവാലയത്തിലേക്ക് ഇറങ്ങി വന്നാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഇറ്റിറ്റ് വീഴുന്നത്. ദ പ്രസൻസ് ഓഫ് ജീസസ് ഈസ് കമ്മിങ്. യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാണ്. കർത്താവ് സ്നേഹമാണ്, കർത്താവ് കരുണയാണ്, കർത്താവ് വിശ്വസ്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് വരുമ്പോൾ, പാപിയായ എൻ്റെ അടുക്കിലേക്ക് കർത്താവെ നീ വരുവാൻ എനിക്കെന്ത് യോഗ്യതയെന്ന് ഉള്ളിൽ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച കൊടുക്കാൻ ഞാൻ വന്നിരിക്കുന്നു. എൻ്റെ പിതാവ് എന്നെ അയച്ചത് അഭിഷേകത്തോടു കൂടിയാണ്. ഞാൻ വന്നിരിക്കുന്നത് കെട്ടപ്പെട്ട് കിടക്കുന്നവനെ മോചിപ്പിക്കാനാണ്. എന്നിട്ടും പലർക്കും ഈ കെട്ടപ്പെടലിൻ്റെ അനുഭവത്തിൽ നിന്ന് മോചനം കിട്ടാത്തതിൻ്റെ കാരണം യേശുവിൻ്റെ സാന്നിധ്യം അവർ അനുഭവിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയും നാൾ, ഇപ്പോൾ 10-16 വർഷമായി ഞാൻ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നു. ഞാൻ കണ്ട ഒരു സത്യം ഇതാണ്: നമ്മുടെ പാപത്തിൻ്റെ മേൽ നമുക്ക് വിജയം കിട്ടുന്നത് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ അടുക്കൽ വരുമ്പോൾ മാത്രമാണ്. 2 കൊറിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം പറയുന്നു, കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ മഹത്വം മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാമെല്ലാം മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് കർത്താവായ ദൈവത്തിൻ്റെ ദാനമാണ്. എനിക്ക് ബൈബിളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങളിലൊന്നാണിത്. കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ മഹത്വം നമ്മുടെ പുറത്ത് വരുമ്പോൾ നമ്മൾ യേശുവിൻ്റെ സ്വഭാവത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ തളർന്നു കിടന്ന മനുഷ്യൻ്റെ പക്കൽ യേശുവിൻ്റെ സാന്നിധ്യം വന്ന സമയത്താണ് അവന് വിടുതൽ കിട്ടിയത്. ഇതുപോലെ പാപത്തിൽ തളർന്നു കിടക്കുന്ന നമ്മുടെ സമീപത്തേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴെല്ലാം വരുന്നോ അപ്പോഴെല്ലാം നമുക്ക് വിജയം കിട്ടുകയാണ്. ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ് വളരെ ശക്തമായ അഭിഷേകമുള്ള ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് കൃപ കിട്ടി. ആ ധ്യാനത്തിൽ ഏതാണ്ട് 16 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. ആ ധ്യാനം കൂടിക്കഴിഞ്ഞാൽ ഓർക്കുന്നു, 1 മാസത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പാപവും ചെയ്യാത്ത മട്ടിലുള്ളൊരു ജീവിതമായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം ഏത് പ്രലോഭനം വന്നാലും അതിനെ അതിജീവിക്കാൻ തക്കവണ്ണമുള്ള ഒരു കൃപ ഉള്ളിൽ നിന്ന് വരുന്നു. കാരണം ആ ധ്യാനം അത്രമാത്രം അഭിഷേകമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ 5 ദിവസവും ഇരിക്കാൻ പറ്റിയതുകൊണ്ട് ആ സാന്നിധ്യം ഒരു പുതപ്പ് പോലെ മൂടിയിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിജയം നേടണമെങ്കിൽ നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നൽകണമേ നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് വിജയം കിട്ടും. വീണ്ടും നമ്മൾ ചിന്തിക്കുന്നു, ഒഴിവ് കഴിവുകൾ ഒരിക്കലും പറയരുത് ദൈവത്തിൻ്റെ അടുത്ത്. യേശു ഇവനോട് ചോദിക്കുന്നുണ്ട്, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവനതിന് കൊടുക്കേണ്ട മറുപടി ഇതാണ്, ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. അതിന് പകരം അവൻ കൊടുക്കുന്ന മറുപടി ഇതാണ്, കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. എന്ന് വെച്ചാൽ അരി എത്രയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴിയാണ് എന്ന് മറുപടി പറയുന്നത് പോലെയാണ് അവൻ മറുപടി പറയുന്നത്. ഇതുപോലെ ഒരിക്കലും നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഒഴിവ് കഴിവുകൾ പറയരുത്. എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭാര്യ അങ്ങനെ സംസാരിച്ചത് കൊണ്ടാണ് എനിക്കും അങ്ങനെ സംസാരിക്കേണ്ടി വന്നത്. എൻ്റെ ഭർത്താവ് ദേഷ്യപ്പെട്ടത് കൊണ്ടാണ് ഞാനും ദേഷ്യപ്പെടേണ്ടി വന്നത്. എൻ്റെ മക്കൾ അനുസരണക്കേട് കാണിച്ചത് കൊണ്ടാണ് ഞാൻ പൊട്ടിത്തെറിച്ചത്. പൈസ വാങ്ങിച്ചുകൊണ്ട് പോയവൻ തിരിച്ചു തരാത്തതുകൊണ്ടാണ് ഞാൻ അവൻ്റെ വീട്ടിൽ പോയി ചീത്ത വിളിച്ചത്. എല്ലാത്തിലും നമുക്കൊരു എക്സ്ക്യൂസ് ഉണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഞാനൊരു രാജ്യത്ത് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുകയാണ്. രാത്രിയായപ്പോൾ കിടക്കാനായിട്ടൊരു വീട്ടിലേക്ക് ചെന്നു. നല്ലൊരു വീടാണ്. അവിടുത്തെ ചേട്ടന് ധ്യാനത്തോട് ഒട്ടും താല്പര്യമില്ല. ചേച്ചിക്കാണെങ്കിൽ ധ്യാനം എന്ന് വെച്ചാൽ വലിയ ഇഷ്ടം. ഞാൻ ചേട്ടനോട് ചോദിച്ചു, ആഹാരം വിളമ്പി തരുമ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്തുകൊണ്ടാണ് ഈ ധ്യാനങ്ങൾക്കെതിര്? അദ്ദേഹം ഒട്ടനെ പൊട്ടിത്തെറിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഈ ധ്യാനം, നിങ്ങളാണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ ധ്യാനവും ഒരു ആന്തരിക സൗഖ്യ പ്രാർത്ഥനയും. ഞാൻ ചോദിച്ചു, ചേട്ടാ എന്തു പറ്റി? അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു മോനുണ്ട്, അവൻ ആകപ്പാട് പ്രശ്നമാണ്. അവനൊന്ന് നന്നാകാൻ വേണ്ടി ഞാൻ അവനെ ധ്യാനത്തിന് പറഞ്ഞു വിട്ടതാണ്. ധ്യാനം കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് അവൻ എൻ്റെ മുഖത്ത് നോക്കി പറയാം, അപ്പച്ചാ, ഇപ്പോഴാണ് എനിക്ക് എല്ലാം മനസ്സിലായത്.
എൻ്റെ ചട്ടമ്പിത്തരത്തിനും അനുസരണക്കേടിനും എൻ്റെ മോശ സ്വഭാവത്തിൻ്റെയും കാരണം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പച്ചനും അമ്മച്ചി എനിക്ക് സ്നേഹം തരേണ്ട സമയത്ത് സ്നേഹം തന്നിട്ടില്ല. അത് ധ്യാനത്തിൽ പോയപ്പോഴാണ് മനസ്സിലായത്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കോലത്തിലായിപ്പോയത്. ഇത്രയും നാൾ ഞാൻ ചിന്തിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതൊന്നും എൻ്റെ കുറ്റമല്ല, ഇതെല്ലാം അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും പ്രശ്നമാണ്. നിങ്ങളെനിക്ക് സ്നേഹം തന്നിട്ടില്ല. ഞാൻ അമ്മച്ചിയുടെ ഗർഭപാത്രത്തിനകത്ത് കിടക്കുമ്പോൾ അപ്പച്ചൻ ചൂടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചൂടനായി പോയിരിക്കുന്നത്. അപ്പച്ചനും അമ്മച്ചിയും തമ്മിൽ വഴക്കിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വഴക്കിട്ടിരിക്കുന്നത്. ഇനി എന്നെ കുറ്റവും പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്, എനിക്കിപ്പോൾ പ്രശ്നം മനസ്സിലായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചെറുപ്പക്കാരൻ ധ്യാനത്തിൽ കേട്ട ഒരേ ഒരു കാര്യം മാത്രം എടുക്കുകയും ബാക്കി കാര്യങ്ങളുടെ നേരെ അവൻ ചെവി പൊത്തിക്കളയും ചെയ്തു. അവിടെ പറഞ്ഞ അനേകം നല്ല കാര്യങ്ങൾ അവൻ എടുത്തില്ല. അവൻ ആകെ കണ്ടത് ഇതാണ്: എൻ്റെ കുറ്റങ്ങൾക്കെല്ലാം കാരണം ഞാനല്ല, എൻ്റെ അപ്പനും അമ്മയുമാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഒഴിവ് കഴിവുകൾ പറയരുത്. കാരണം ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ദൈവം അരുളി ചെയ്യുന്നത്: നിന്നിൽ കുറ്റമില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട്, നീ പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ കുറ്റം വിധിക്കും. പ്രിയപ്പെട്ടവരെ, വളരെ ശക്തമായ ഒരു വചനമാണ്. നീ പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ കുറ്റം വിധിക്കും. അപ്പോൾ ദൈവം ഒരാളെ കുറ്റം വിധിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ഞാൻ പാപം ചെയ്തിട്ടില്ല ദൈവമേ എന്നും പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ദൈവം പറയാണ് നിന്നെ ഞാൻ കുറ്റം വിധിക്കും. എന്നാൽ ഇതിൻ്റെ നേരെ എതിർ വചനം നമുക്ക് 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ കാണാം: നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ തിന്മകളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഒഴിവ് കഴിവുകൾ പറയുന്നവർക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അനുഗ്രഹം മേടിക്കാൻ സാധ്യമല്ല. ഉള്ള കാര്യം അങ്ങ് പറഞ്ഞേക്കണം. കർത്താവെ, സാത്താൻ പോലുമല്ല ഞാനാണ് കാരണമെന്ന് പറയുന്നതാണ് ഈശോയ്ക്ക് ഇഷ്ടം. പ്രലോഭനം പോലും അല്ല കേട്ടോ എൻ്റെ പ്രശ്നം, ഞാനാണ് പാപി എന്ന് പറയുന്നതാണ് കർത്താവിന് ഏറ്റവും ഇഷ്ടം. വീണ്ടും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഒരു അത്ഭുതം നടക്കുക. എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ അത് അനുസരിക്കാനുള്ള ശക്തി ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ലോകത്തിലെ മറ്റു മതങ്ങളും യേശുവും തമ്മിലുള്ള വ്യത്യാസം. ലോകത്തിലെ എല്ലാ മതങ്ങളും, അത് ക്രിസ്തു മതമായാലും ഏത് മതമായാലും, എല്ലായിടത്തും നല്ല നല്ല ഉപദേശങ്ങളുണ്ട്. നല്ല ഉപദേശങ്ങൾ ധാരാളമുണ്ട് മതങ്ങളിൽ. പക്ഷേ പ്രോബ്ലം ഇതാണ്: തളർവാദ രോഗികളോടാണ് ലോകത്തിലെ മതങ്ങൾ ഉപദേശം കൊടുക്കുന്നത്. ഞാൻ ഓർത്തിട്ടുണ്ട്, ഒരിക്കൽ ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു അധ്യാപകൻ തളർന്നു കിടക്കുന്ന ഒരു പേഷ്യനോട് എന്നിട്ട് പറഞ്ഞു: ചേട്ടന് നടക്കാൻ ഞാൻ പഠിപ്പിക്കാം ചേട്ടൻ ഇടത് കാൽ വലത് കാൽ, ഇടത് കൈ വലത് കൈ, ഇങ്ങനെ പതുക്കെ ചേട്ടൻ അനക്കി ഫിസിയോതെറാപ്പി പതുക്കെ ചെയ്ത് ചേട്ടൻ പതുക്കെ അങ്ങനെ വച്ച് കഴിയുമ്പോൾ ചേട്ടന് നടക്കാനായിട്ട് സാധിക്കും. ഉടനെ ആ രോഗി അവിടെ കിടന്നുകൊണ്ട് തന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു: എൻ്റെ പൊന്ന് സാറ് പറയാതെ തന്നെ എനിക്കും ഇടത് കാൽ വലത് കാൽ, ഇടത് കാൽ വലത് കാൽ വച്ചാൽ നടക്കേണ്ടെന്നറിയാം. പക്ഷേ പ്രോബ്ലം ഇതാണ്: ഞാൻ തളർവാദ രോഗിയായിട്ട് കിടക്കുകയാണ് സാറേ, എനിക്ക് നിങ്ങളിലുള്ള ജീവനില്ല, നിങ്ങളുടെ ശരീരത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ശക്തി എനിക്കില്ല. ഈ ഉപദേശം സാർ എത്ര തവണ പറഞ്ഞാലും എന്നെക്കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ തളർന്നു കിടക്കുന്ന വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ പ്രശ്നം. ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കാൻ നമ്മൾ പ്രസംഗിച്ചാൽ പ്രസംഗിക്കുന്ന ആളെ കൊണ്ടും പറ്റുന്നില്ല, കേൾക്കുന്നവനെ കൊണ്ടും പറ്റത്തില്ല, പിന്നെ പ്രസംഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ആകെ ഒരു വഴി മാത്രമേ ഉള്ളൂ: കർത്താവ് കടന്നു വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്നും ശക്തി പ്രാപിക്കുകയാണ്. ഈ 38 വർഷവും അവൻ ശ്രമിച്ചു കാണും അവൻ്റെ കിടക്കെടുത്ത് നടക്കാൻ. കിടക്ക പോട്ടെ, തന്നെത്താൻ എഴുന്നേക്കാൻ അവനെ കൊണ്ട് സാധിച്ചിട്ടില്ല. പക്ഷേ യേശു അവൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്: എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക. ഇതിൻ്റെ കാരണം യേശു ഇവിടെ നിപ്പുണ്ടോ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സാന്നിധ്യം ആദ്യം വരണം, എന്നാലേ വചനം അനുസരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജലത്തിന് മുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ദൈവം അരുളി ചെയ്തു, പ്രകാശമുണ്ടാകട്ടെ, പ്രകാശമുണ്ടായി. നമ്മൾ ദൈവത്തോട് ചോദിക്കുക: എന്താ ദൈവമേ ആദ്യമായിട്ട് കയറി വചനം പറയാത്തത്? ദൈവം പറയാം: അത് പറ്റത്തില്ല, അതല്ല എൻ്റെ ഒരു രീതി. എൻ്റെ രീതി എന്ന് പറയുന്നത് ആദ്യം ഞാൻ എൻ്റെ സാന്നിധ്യം അയക്കും, ആദ്യം ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കും. പരിശുദ്ധാത്മാവ് എവിടെ വരുന്നോ അവിടെ മാത്രമേ വചനം മാംസം ധരിക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രമാത്രം വചനം വായിച്ച് ശ്രമിച്ചാലും ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കുക, കടം മേടിച്ചുകൊണ്ട് പോയവനോട് ചോദിക്കാതിരിക്കുക, കുപ്പായം ചോദിക്കുന്നവന് മേലങ്കി കൊടുക്കുക, നടക്കത്തില്ല.
ഇതൊക്കെ നമ്മൾ വിട്ടുകളയുന്നതിൻ്റെ കാര്യം ഇതൊന്നും നമ്മൾ അടയാളപ്പെടുത്താത്തതിൻ്റെ കാര്യം നമുക്ക് പേടിയാണ് ഇതെല്ലാം. കാരണം നമ്മളെ കൊണ്ട് ഇതൊരിക്കലും സാധ്യമല്ല. ഈ തളർവാദ രോഗിയെ പോലെയാണ് നമ്മൾ. പക്ഷേ കർത്താവിൻ്റെ സാന്നിധ്യം അടുത്ത് വരുമ്പോൾ ഇതെല്ലാം സാധിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ അതേസമയം ഫിലിപ്പി ലേഖനം 4:13 നാണയത്തിൻ്റെ മറ്റേ വശമാണ്. എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. ശ്രദ്ധിച്ച് കേൾക്കണം. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. എന്നെ കൂടാതെ നിങ്ങൾക്ക് കോപത്തെ അതിജീവിക്കാൻ സാധ്യമല്ല, കണ്ണുകളെ നിയന്ത്രിക്കാൻ സാധ്യമല്ല, ശത്രുവിനോട് ക്ഷമിക്കാൻ സാധ്യമല്ല, പറ്റില്ല. എന്നാൽ ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും പറയട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം വരുമ്പോൾ ഒരുപാട് വർഷമായിട്ട് പരിശ്രമിച്ചിട്ടും അനുസരിക്കാൻ സാധിക്കാതിരുന്ന ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നു. ഇതുകൊണ്ടാണ് ധ്യാനം കൂടിക്കഴിഞ്ഞ് 2-3 ആഴ്ച നമ്മളാരും വീണു പോകാത്തത്. കാരണം കർത്താവിൻ്റെ സാന്നിധ്യം ആ ധ്യാനത്തിൽ 5 ദിവസം കിട്ടി നമ്മിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് അനുസരിക്കാനായിട്ട് സാധിക്കുന്നു. അവസാനമായിട്ട് യേശു അടുത്ത് വന്ന് നമ്മളിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർസിക്യൂഷൻ ഉണ്ടാകുന്നു, നമുക്ക് പീഡനമുണ്ടാകുന്നു, നമുക്ക് സമൂഹമധ്യത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളും വേദനകളും ഉണ്ടാകും. ഈ 38 വർഷം അവൻ ബേത്സെദ കുളത്തിൻ്റെ കരയിൽ കിടന്നിട്ടും അവനെ ആരും പരിഹസിച്ചിട്ടില്ല, അവനെ ആരും ചോദ്യം ചെയ്തിട്ടില്ല, അവനോട് ആരും ദേഷ്യപ്പെട്ടിട്ടില്ല. അവനവിടെ കിടക്കായിരുന്നു. എന്നാൽ അവൻ കിടക്കയും എടുത്തുകൊണ്ട് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ അവനോട് ചോദിക്കുകയാണ്, ഇന്ന് സാബത്താണെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ? ആരാടാ നിന്നോട് പറഞ്ഞത് കിടക്കെടുത്ത് നടക്കാൻ? പോയി കിടടാ, വീണ്ടും നിന്നോട് നടക്കാൻ ആരാടാ പറഞ്ഞത്? എല്ലാവരും കൂടെ അവൻ്റെ അടുത്ത് ചാടിക്കേറി വരിക. ഇത്രയും നാൾ ഒരു കുഴപ്പമില്ലായിരുന്നു. യേശു തൊട്ട് കഴിഞ്ഞപ്പോൾ അവന് സമൂഹത്തിൽ നിന്നും പീഡനങ്ങൾ ഉണ്ടാകുകയാണ്. അവന് സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുന്ന അനുഭവം ഉണ്ടാകുന്നു, വേദനയുടെ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 11 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. 4 ചെറുപ്പക്കാർ അല്ലെങ്കിൽ 4 ചേട്ടന്മാർ, 50 വയസ്സുള്ള 4 ചേട്ടന്മാർ നമ്മുടെ ഇടവകയിലെ ഒരു വീട്ടിലിരുന്ന് മദ്യപിക്കാന്ന് വിചാരിക്കുക. ബ്ലൂ ഫിലിം കാണുന്നു, മദ്യപിക്കുന്നു, പൈസ വെച്ച് ചീട്ട് കളിക്കുന്നു. ഇടവകക്കാർക്ക് ഒരു പ്രശ്നവും ഇല്ല, ആരും അനങ്ങത്തില്ല. അവിടെ എന്ത് വേണം നടന്നോട്ടെ. പക്ഷേ ഈ ചേട്ടന്മാർ ധ്യാനം കൂടിക്കഴിഞ്ഞ് 4 പേരും കൂടെ വന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ പാട്ടുപാടി കൈയടിച്ച് അവർ എല്ലാ ആഴ്ചയും ഞായറാഴ്ച വൈകുന്നേരം 1 മണിക്കൂർ ഈ 4 പേരും കൂടെ അവരുടെ വീട്ടിൽ ഇരുന്നൊന്ന് പാട്ടുപാടി കൈയടിച്ച് സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് യു ജീസസ് താങ്ക് യു ജീസസ് പറഞ്ഞു നോക്കിയേ, വിവരം അറിയും, ഉടനെ നാട്ടുകാരിളകും. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ അവിടെ നിന്ന് മദ്യപിച്ചാൽ കുഴപ്പമില്ല, ബ്ലൂ ഫിലിം കണ്ടാൽ കുഴപ്പമില്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നാട്ടുകാരിളകും. എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്തിനാടാ ഹല്ലേലൂയ പറയുന്നത്? എന്താടാ സ്തോത്രം പറയുന്നത്? ഇത്രയും കാലം കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, ധ്യാനം കൂടി കൺട്രോൾ പോയോടാ ചോദിക്കാനായിട്ട് തുടങ്ങും. അവർ ഒറ്റപ്പെട്ടു പോകും. മനുഷ്യർ സമൂഹത്തിൻ്റെ പാപത്തിൻ്റെ കുത്തൊഴുക്കിൽ ഒരുമിച്ചൊഴുകി പോകുമ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും നിന്ന് കൈയടിക്കും. ഒഴുക്കിനെതിരെ നാം നീന്തി ദൈവത്തിൻ്റെ വചനമനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ സകല സ്ഥലത്തും നമുക്ക് പീഡനം വരും. ആ സമയത്തും പിടിച്ചു നിൽക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, 38 വർഷം അവനവിടെ കിടന്നിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല. എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ഒറ്റപ്പെട്ടു പോയി. യേശു നമുക്ക് നല്ലൊരു സന്ദേശം തരികയാണ്. നീ ലോകത്തിൻ്റെ കൂടെ പോകുമ്പോൾ അനുഭവമല്ല എൻ്റെ കൂടെ വരുമ്പോൾ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നതിന് നീ ഒരു വില കൊടുക്കേണ്ടതായിട്ട് വരും. മോനെ മോളെ, ആ വില കൊടുക്കാൻ നീ തയ്യാറാണോ? നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈശോയെ, ഒരുപാട് നാളായിട്ട് പാപത്തിൽ കഴിയുന്ന എൻ്റെ ജീവിതത്തിലേക്ക് അവിടുത്തെ സാന്നിധ്യം അയക്കണമേ, അവിടുത്തെ വചനം അയക്കണമേ. എൻ്റെ കിടക്കമെടുത്ത് നടക്കാൻ എന്നോട് കൽപ്പിക്കണമേ. ഞാൻ നടക്കട്ടെ കർത്താവേ. ഒരുപാട് നാളുകളായിട്ട് പാപത്തിൽ കിടന്നുപോയ എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കണമേ, എന്നെ നടത്തണമേ. ഞാൻ വിജയാളിയായി തീരട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.